ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇലയടയാണ്. ഈ അട ഇലയില്ലാതെയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് പുഴുങ്ങലരി പൊടിപ്പിച്ച് നന്നായി തണുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കി വെക്കാം. പുറത്ത് വെച്ചാൽ തന്നെ ഒട്ടും മോശമാവുന്നില്ല. ഇതിനായി 2 സ്പൂൺ പുഴുങ്ങലരി പൊടിച്ചതും കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് സാദാ വെള്ളത്തിലാണ് ഞാൻ കുഴക്കുന്നത്. ഒട്ടും കൈക്കൊന്നും ഒട്ടുന്നില്ല. അതടച്ചു വെച്ച് നമുക്ക് ഇതിന് ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിനായി 3 വെല്ലവും അതിൽ ഒരു 4-5 സ്പൂൺ വെള്ളവും ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. ഇത് ഫിൽട്ടർ ചെയ്ത് ഇതിലേക്ക് ഞാൻ 2 കപ്പ് തേങ്ങയാണ് ഇടുന്നത്. തേങ്ങയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. രണ്ട് സ്പൂൺ നെയ്യും ചേർത്ത് നന്നായി ഇളക്കി മാറ്റിവെക്കാം. ഡ്രൈ ആവണം, അധികം ആവുകയും ചെയ്യരുത്. ഇതിലേക്ക് ഒരു 4-5 ഏലക്കായും ചേർത്ത് തണുക്കാൻ വെക്കാം. നന്നായി തണിയണം. ഇനി ഒരു ഇലയെടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഇലയുടെ എല്ലാ ഭാഗവും പരത്തുക. പരത്തിയതിന് ശേഷം 2 സ്പൂൺ തേങ്ങയും വെല്ലവും ചേർത്തത് ഇതിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ അരികും നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇലയട ഇനി നമുക്ക് ഒരു ആവിപാത്രത്തിൽ വേവിക്കാൻ വെക്കാം. ഇത് ഒരു 5-8 മിനിറ്റ് വെക്കേണ്ടതുള്ളൂ. ഇനി ഇലയില്ലാതെയും ആക്കാം. ഇതിനായി ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്ത് അതിൽ ഒരു കവറിൽ കുറച്ച് ഗീയും ചേർത്ത് ഞാൻ ഇടിയപ്പമാക്കുന്നത് പോലെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മിഡിലിൽ കുറച്ച് തേങ്ങയുടെ മിശ്രിതവും ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ആവിപാത്രത്തിൽ കുറച്ച് ഗീയും പുരട്ടി ഇത് അതിലിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതുകൂടാതെ പഞ്ചസാരയിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് 2 സ്പൂൺ തേങ്ങയും 1.5 സ്പൂൺ പഞ്ചസാരയും ഒരു 2 ഏലക്കായും ഇട്ട് ഇളക്കുക. ഇത് യോജിപ്പിക്കുക. അതിനുശേഷം വെല്ലത്തിൻ്റെ ആക്കിയതുപോലെ തന്നെ കുറച്ച് വെള്ളവും ചേർത്ത് മാവ് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം 2-3 സ്പൂൺ തേങ്ങാ മിശ്രിതം ഇട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇതിൻ്റെയും അരിക് നന്നായി പ്രസ് ചെയ്യുക. ഇലയില്ലാതെ ആക്കിയത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും.